സെക്ഷൽ സെക്ഷൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു സെക്ഷൽ പാർട്ട്നേഴ്സ് കൊണ്ടുള്ള ഹൈജീൻ കുറവായതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാളുടെ തന്നെ ഹൈജീൻ തന്നെയാണ് ഈ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻ തന്നെയാണ് പ്രധാന ശത്രു. അത് വൃത്തിയായും ഭംഗിയായും കുറക്കാൻ ഈ സെക്ഷൽ ഹൈജീൻ സഹായിക്കുന്നു. മാത്രവുമല്ല സെക്ഷൽ ഹൈജീൻ കൊണ്ട് വേറെയും ഈ യൂറിനറി ഇൻഫെക്ഷൻ തന്നെ നമ്മൾ കാണാത്ത ചില വൈറൽസ്, ട്രൈക്കോമോണാസ് എന്നൊക്കെ പറഞ്ഞ പലതരം അസുഖങ്ങളും ഈ സെക്ഷൽ ഹൈജീൻ വൃത്തിയായി ആകാത്തത് കൊണ്ട് ചില ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല അവരെ സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ പോലെയല്ല അവരെ ചികിത്സിച്ച് മാറ്റാനും പാടാണ്. അപ്പോൾ അത് ഒരു ഈ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് പ്രത്യേകിച്ചും ഫീമെയിൽസിനൊക്കെ അത് മലദ്വാരവും ഇതുമായിട്ട് അടുത്തത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ പറയും നമ്മൾ മല വിസർജനം കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് താഴോട്ടേക്ക് കഴുകുന്നതിന് പകരം പിന്നിന്ന് അങ്ങോട്ട് കഴുകണം. കാരണം ഞങ്ങൾ മലദ്വാരത്തിൻ്റെ അവിടെ നിന്നാണ് ഇതിങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് എപ്പോഴും മലദ്വാരത്തിലുള്ള ആ വെള്ളം അല്ലെങ്കിൽ കഴുകിയതും യോനി ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനുള്ള ഒരു സാധാരണ ഇതിൽ ചില ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാരോട് പറയുന്ന ഒരു ഞങ്ങൾ കൊടുക്കുന്നൊരു ഉപദേശമാണ്. ഈ യുവാക്കളും യുവതികളിലും സാധാരണ ഇതുപോലെ തന്നെ ഈ കല്ല് എന്ന് പറയുന്ന സൂക്കേടും യൂറിനറി ഇൻഫെക്ഷനുമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന അസുഖങ്ങൾ.